ആക്ച്വലി ഇന്ന് 2 വർഷമാവുന്നു നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പായിട്ട്. നീ കാനഡയിൽ നിന്ന് വരുന്ന അന്ന് തന്നെ ആവണം നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പിന്നെ ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നടക്കാതെ പോയ എയർപോർട്ടിൽ. പക്ഷെ ഒരു ഫോട്ടോ, ഒരു വീഡിയോ കോൾ, അതൊക്കെ നമ്മൾ തമ്മിലാവായിരുന്നു കേട്ടോ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ച സ്റ്റീഫൻ തന്നെയാ. കാലം എത്ര പുരോഗമിച്ചിട്ടും ഒരു ഫോട്ടോയോ ഒരു വീഡിയോ കോളോ പോലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കാണുന്ന ആ സെക്കൻഡ് അത്രമാത്രം എനിക്ക് സ്പെഷ്യൽ ആയിരിക്കണം, അത്രമാത്രം അത് മെമ്മറബിൾ ആയിരിക്കണം. അതുകൊണ്ടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നേരിട്ട് കാണുമ്പോ ഞാൻ സുന്ദരി അല്ലെങ്കിലോ? ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരാളെ അല്ല ഞാനെങ്കിലോ? ഈ 2 വർഷത്തിനിടയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല നമുക്കിടയിൽ. എന്നാൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് നോക്കിട്ടെ. ഇയാള് വിചാരിക്കും പോലെ ഒരാളല്ല ഞാനെങ്കിൽ എന്നെ ഇട്ട് പോകണോ? അതെ, ഈ 2 വർഷത്തിനിടയിൽ ഈ ക്വസ്റ്റ്യൻ ഒരു തവണ പോലും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇനിയെങ്കിലും നമുക്ക് 2 പേർക്കും ഈ ഫേക്ക് അക്കൗണ്ടിലെ കോളും മെസ്സേജൊക്കെ നിർത്തി ഒരു ന്യൂ അക്കൗണ്ട് എടുക്കണ്ടേ? വേണം. നമ്മൾ 2 പേരും കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്നു, ഫേക്ക് അക്കൗണ്ട് കളയുന്നു, പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മുടെ പേരും ഫോട്ടോയൊക്കെ വെച്ച്. ഓക്കെ ഓക്കെ. ഓക്കെ. എന്നാലും ഒരു ഫേക്ക് അക്കൗണ്ട് കൂടെ ഇത്ര ഡീപ്പ് റിലേഷൻഷിപ്പ് ഒക്കെ ആവുന്നത് നമ്മളൊരു മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ശരിക്കും നമ്മൾ മാത്രമേ ഇപ്പൊ ഉണ്ടാവൂ? മേ ബി. അതെ, ഞാൻ ഈ ബീച്ച് സൈഡിലെത്തി. എവിടെയാ? ഞാൻ എന്താ ഇപ്പൊ എത്തും. നീ ഫോൺ വെച്ചോ, നീ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓഹോ, അങ്ങനെയാണോ? എന്നാ നോക്കാം. നോക്കാം. ചേട്ടാ, ഒരു കുട്ടിയെ കണ്ടു ഇവിടെ. ചേട്ടാ, ഇവിടെ അന്നാന്ന് പറഞ്ഞൊരു കുട്ടിയെ കണ്ടു. ഒരുപക്ഷെ എന്നെ ആരെങ്കിലും പറ്റിച്ചതാവാം. അതോ അല്ലെങ്കിൽ ഞാൻ അറിയാതെ അയാൾ എന്നെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എന്നെ കാണാണ്ട് പോയതാവാം.